യാ ദുർറത്തൽ അംബിയാ യാ റൗദത്തൽ ഉലമാ യാ മൽജഅൽ ഖുറബാ യാ സയ്യിദർ റുസുലി മൗലായ സ്വല്ലി വസല്ലം. هذا الذي إذ دعا جاءت له شجر تجر أصلا لها سعيا على عجلي مولاي صل وسلم دائما أبدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖസ്ല, എന്റെ ഉമ്മത്തിൽ 15 പ്രവർത്തനങ്ങൾ ഉണ്ടായിപ്പോയാൽ, എന്റെ ഉമ്മത്തിലെ പാവങ്ങൾ 15 കാര്യം ചെയ്തു പോയാൽ ഹല്ലബികൾ ബലാ, വലിയ വലിയ പ്രതിസന്ധികളും രോഗങ്ങളും വിഷമങ്ങളും അലയടിക്കുന്നതാണ്. 15 കാര്യം എന്റെ ഉമ്മത്ത് ചെയ്തു പോയാൽ സ്വഹാബത്തെല്ലാം ഓർത്തിരിക്കുന്നു എന്താണ്, ഏതൊക്കെയാണ്. ആ കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞു, ഉപ്പ ഉമ്മ. ആ 15 പ്രധാനമായി എന്ന് പറഞ്ഞത് മാതാപിതാക്കളെ ഒഴിപ്പിച്ച മാതാപിതാക്കളെ വേദനിപ്പിച്ച വിഷമിപ്പിക്കുന്ന മക്കളുണ്ട് എങ്കിൽ ആ നാട്ടിൽ വരെ വലിയ വിഷമങ്ങൾ അടിച്ചു വീഴും. ആഫത്തുകളും രോഗങ്ങളും പ്രശ്നങ്ങളും അടിച്ചു വീശുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞെങ്കിൽ ഞാനിതിപ്പോ ആവർത്തിച്ചു പറയുന്നത്, രണ്ട് ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്തവനല്ല. 1993 ചെറുപ്പളശ്ശേരിയിൽ ഞാൻ വാഴ് പറഞ്ഞു വന്നിട്ട് 92 ഞാൻ വാഴ് പറഞ്ഞിട്ടുണ്ട്. ഉമ്മർസ്ഥാനൊക്കെ ചിലപ്പോ അറിയാമെന്നുള്ള വാഴന് വന്നിട്ടുണ്ട്, വാഴ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്ത ആളല്ല. വളരെ വിഷമകരമായൊരവസ്ഥ. വലിയ വലിയ ഹാജിമാരുടെ, ഉസ്താദുമാരുടെ, തങ്ങന്മാരുടെ മക്കൾ വരെ എല്ലാവരും നോക്കി, നിങ്ങൾ അവരുടെ മക്കൾ വരെ പ്രണയ കല്യാണം, അവർക്കൊക്കെ സ്വന്തം തെരഞ്ഞെടുക്കാം. ഉമ്മി ഉപ്പി നാട്ടുകുരികളായി, നോട്ടപ്പുള്ളികളായി, യാതൊരു വിഷയമില്ല, നിലയില്ല, വിലയില്ല. എത്ര പാവങ്ങളുടെ കരച്ചില. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 8-10 പേര് വിളിച്ചിട്ടുണ്ട്, വോയിസ് വിട്ടതുണ്ട്. പ്രശ്നങ്ങൾ മുഴുവൻ ഇത് പറയാൻ ഇങ്ങനെ പറയും, ഉസ്താദേ ഈ വിഷയം ചെറുപ്പളശ്ശേരിയിൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇതൊന്ന് പറയണം. അപ്പോ ദഅവത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇത് പറഞ്ഞു, അപ്പോ ഒരു ഉത്തരവാദിത്തം നിലക്ക് വിളിച്ചു പറയുമ്പോ പറയണ്ടേ. ചിലപ്പോൾ അവർ ഈ സദസ്സിലുണ്ടാവും. വേദന കൊണ്ട് വിളിക്കുന്നതാണല്ലോ, വേദന കൊണ്ട് പറയുന്നതാണല്ലോ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ അടുപ്പിച്ചു നിർത്തിയത് എന്റെ മക്കളെ, ചെറുപ്പക്കാരായ കുട്ടികളെ, ഞാനൊരു 5 മിനിറ്റ് വിഷമല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പറഞ്ഞത്. നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്തെന്നറിയോ? ഒരു കാര്യം കൂടെ ഞാൻ ഈ വാഴ നിർത്തുന്നു. ഒറ്റപ്പാലം സിദ്ദീഖ് ഉസ്താദിന്റെ അവിടെയും ഒറ്റപ്പാലം മർക്കത്ത് ഒരു വല്ലാത്തൊരു ബറക്കത്തുള്ള സ്ഥാപനമാണ്. ഞാൻ അവിടെയും പരിസരത്തൊക്കെ വാഴന് വരുന്നതും വരാറും പ്രസംഗിക്കാറൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പറയാറുമുണ്ട്. ഞാൻ ഈ സംഭവം കണ്ടത് മുതൽ പല സ്ഥലത്തും പല സീഡികളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, പറയാറുണ്ട്. എന്താ സംഭവം ചോദിച്ചാ, ഞാൻ ഹിക്കമിയിൽ ദർശെടുത്തുന്ന കാലം, മഞ്ചേരി ജാമിയ ഹിക്കമിയിൽ ദർശെടുത്തുന്ന കാലത്ത് അന്ന് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. ഒരു ഉമ്മി ഉപ്പി, ഒറ്റ മകരേ ഉള്ളവര്. അപ്പൊ ആ മോൻ കല്യാണം കഴിച്ചു. അങ്ങനെ പറയും, ഈ ഉമ്മ വയസ്സാര തള്ളയാണ്, അങ്ങനെ ദ്വാരക്കാൻ പറയും. കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടീനെ അള്ള കൊടുത്തത്. അങ്ങനെ ദ്വാരപ്പിക്കും. ഉസ്താദുമാരോടൊക്കെ ദ്വാരക്കാൻ പറയുന്നു. വല്ലാത്ത ഇൽമിനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണ്. ബാപ്പി അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഈ മകന് കല്യാണമൊക്കെ ശരിയായി കല്യാണം കഴിച്ചു കൊടുത്തു. 2-3 മാസമായപ്പോ ഈ മോന് വീട്ടിൽ വന്ന സമയത്ത് അവള് പറയാണത്ര, എനിക്കും ഈ ചില പെൺകുട്ടികളൊക്കെ കള്ളക്കരച്ചിലുകാരി. മോനെ മോൻ പെണ്ണൊട്ടിക്കണ കള്ളക്കരച്ചിൽ ശ്രദ്ധിക്കണം കേട്ടാ, പെണ്ണിന്റെ കള്ളക്കരച്ചില് ആകുമ്പോ ചില പെൺകുട്ടികൾ കള്ളക്കരച്ചില്. അപ്പൊ കരഞ്ഞപ്പോ എന്താടിയും ചോദിച്ചപ്പോഴേ അപ്പൊ അത് ആ പെണ്ണ് ഹിക്കായത്താണ് എന്നൊക്കെ പേടിയാ. അതും
വേറെ ലോകത്തേക്ക് പോകും. ഹിക്കാത്ത് പറഞ്ഞു പോയതാ. അപ്പോ എന്താണ് ചോദിച്ചപ്പോ ഈ പെണ്ണ് ഒന്നും കൂടി കരച്ചില്. അപ്പോ വിഷയം ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി കരഞ്ഞു പറയണത്രേ, നിങ്ങളെ ഉമ്മാന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണം ഒരു പ്രവർത്തകന്റെ കരച്ചിൽ. ആ പ്രവർത്തകന് ചെമ്മാട് പരിസരത്തുള്ള ആളാ. വിഷയം എന്താ? കല്യാണമൊക്കെ ഉറപ്പിച്ച്, കല്യാണം അടുത്ത് നടക്കാൻ പോകുക. അപ്പൊ അവള് വിളിച്ചു പറഞ്ഞു, നിബന്ധന എന്താരങ്ങള്, ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടാവരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആൺകുട്ടി ഇപ്പൊ എന്താ ചെയ്യാ? കല്യാണമൊക്കെ ഉറപ്പിച്ചു ആചാര്യ, അടുത്ത് കല്യാണം നടക്കാൻ പോവുക. ഇപ്പൊ അവള് വിളിച്ചു പറഞ്ഞത്ര ഇവനെ കല്യാണം മുമ്പനെ വിളിച്ചു പറയാ, ഉമ്മയും ഉപ്പയും വീട്ടിലുണ്ടാവരുത്. എന്താണ്, എന്ത് നിബന്ധനകളാ? അതിലേറെ പല നിബന്ധനകൾ പറയും. ഈ ആൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും പരിയിലുണ്ടാവരുത് പെൺകുട്ടി വിളിച്ചു പറയാ. എന്നാ ഞാൻ ആ പരിയിൽ വരൂല. എവിടെയാണ്? അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാക്കട്ടെ. മക്കളെ പറയാനും പറ്റുമോ? ഒരു ജീവിതം ആ കുട്ടി എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറയുന്നത്, മഞ്ചേരി ഭാഗത്ത് ഈ പെൺകുട്ടി പറഞ്ഞ നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോകുക. ഉടനെ തന്നെ ഈ ചെക്കന് മാറ്റ് ഡ്രസ് എടുക്കുന്നൊക്കെയാണ് പറഞ്ഞ്. പിന്നെ ആൺകുട്ടിയുടെ മനസ്സ് മാറി, ഡ്രസ് പ്പിച്ചു നേരെ വീട്ടിലേക്കും കൊണ്ടുപോയി. ഈ പച്ച പാവം ഈ ഉമ്മ പിന്നിൽ ഇങ്ങനെ ഓടിച്ചെന്നിട്ടേ ഈ മരുവോള് പോകുമ്പോ, മോളെ കാല് പിടിക്ക, മോളെ പൊരുത്തപ്പെടണം, ഉമ്മാന്റെ കുട്ടി പൊരുത്തപ്പെട്ട കാല് പിടിക്ക മോളെ. കൂട്ടാക്കിയില്ല എന്നാ പറഞ്ഞു. അവള് പോയി നേരെ ഭാര്യ വീട്ടിലേക്ക് ഈ ചെക്കനും കൊണ്ടുപോയി. അങ്ങനെ അമ്മായിമ്മ ഉടനെ ഗൾഫിലെ മോനെ വിളിച്ചത്ര. അളിയനിപ്പോ പരിയിലാണ്, അളിയൻക്കൊരു വിസ. ഈ കുട്ടി നിർത്തണില്ലട്ടാ, ഈ കുട്ടി പെണ്ണൊന്നും കെട്ടിയിട്ടില്ല, അത് വേറെ നോക്കണേ നടക്കണേ, അതൊന്നും അറിയണില്ലല്ലോ. അപ്പൊ എപ്പോ തുടങ്ങിയിട്ടുണ്ടറിയാ സാധനം? നല്ല പിടിച്ച മോനെ, മോൻ പെണ്ണെട്ടിക്കണോ? ഇല്ല, നോക്കി ഒന്നുമില്ലല്ലോ, അതിന് ആകാശം ഭൂമി വേറെ ഒന്നുമില്ലല്ലോ. അതങ്ങനെ ഒരു SSFകാരനാണ്. അത് നല്ല വർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു നല്ല വർക്കത്ത് നൽകട്ടെ, നല്ലൊരു പെണ്ണും കൊടുക്കട്ടെ. അപ്പോ ഞാൻ പറയുന്നത് ആ കുട്ടിപ്പോ തെറ്റിപ്പോയോന്നാവോ? മോനെ ഞാൻ പൊരുത്തപ്പെടിച്ചോളാം, അത് കയ്യട്ടാ പോലെ. ഞാനേ പറയുന്നത് ഭാര്യ വിട്ട് ചെന്നു. അപ്പൊ അമ്മായിമ്മ നേരെ വിളിച്ചത്രേ, ഗൾഫിലെ മകനെ അളിയനിപ്പോ പരിയിലാണ്, അളിയൻക്കൊരു വിസ കൊണ്ടുവരണം. ഈ അളിയൻ വിസ എന്ന് പറഞ്ഞ വിസ കേട്ടിട്ടാണ് മോനെ, ഇത്ര ഷെയ്ത്താൻ വിസ ദുനിയാന്ന് പറഞ്ഞു. ഇത് പിടിക്കല്ലിട്ടാ, ഇത് പുറത്തു അല്ലേ, നാളെ വാട്സപ്പിൽ വരണം. ഇപ്പത്തെ വിസ അല്ലട്ടോ മോനെ, പണ്ടത്തെ വിസ പറയണേ. ഇപ്പത്തെ വിസ അളിയൻ വിസ. അതിന്റെ അവസ്ഥരങ്ങള് വിസ കിട്ടി. ഈ ചെക്കനെ ഉമ്മിയുപ്പി രണ്ടെണ്ണം, വേറെ ആരുമില്ല, ഒറ്റ മക്കളോ ഒറ്റകൾക്കില്ല. ഈ വാപ്പ വിരല് വെച്ച കടിക്കൂലെന്ന് പറയല്ല ചേരെ, അങ്ങനത്തെ ഒപ്പയാണ്. ഈ കുട്ടി ഗൾഫിൽ പോയി 1.5 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്നു. അപ്പൊ ഗൾഫിൽ പോയപ്പോ അയൽപ്പക്കക്കാര് വന്നിട്ട് ഈ ഉമ്മാനോട് പറഞ്ഞത്രേ, നിങ്ങളെ കുട്ടി ഇന്നലെ ഗൾഫിൽ പോയി. എന്തായിരിക്കും ഉമ്മാനൊരു വാക്ക് പറയണ്ടേ, വാപ്പാനോട് പറയണ്ടേ, മക്കളെ നിങ്ങൾ ആരോടായി കളിക്കുന്നത്, നിങ്ങൾ ആരോടായി കളിക്കുന്നത്? അപ്പൊ ഈ ഉമ്മ ദ്വാരക്കാണ്, പഠിച്ചവനെ എന്റെ മോനൊരു അപകടത്തിനും പെടുത്തല്ലോ അല്ലോ, എന്റെ കുട്ടിക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലോ, നല്ല ബറക്കത്ത്. ഈ ഉമ്മ ദ്വാരക്കാണ്. അങ്ങനെ ആ മോനെ പോട്ടെ, അത് പറഞ്ഞാൽ കൽബ് പൊട്ടും. അവ 1.5 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ വന്നു. നേരെ ഭാര്യ വീട്ടിലാ വരുന്നത്. അളിയംബിസന്റെ ഊക്ക് തിരിയുണ്ടെങ്ങൾക്ക് നേരെ ഭാര്യ വീട്ടിലാ വന്നത്. അപ്പൊ അമ്മോഷനും ഈ ഉപ്പി ഒരു പള്ളിയിലെ ജുമാക്കൂട, നമ്മളെ മഞ്ചേരി അടുത്ത് ഒരു പള്ളിയിലെ ജുമാക്കൂട. അപ്പൊ ഈ ഉപ്പ ജുമാ കഴിഞ്ഞിട്ടേ എന്റെ അടുത്ത് വന്ന് എന്നെ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞേ, ദ്വാരക്കിസ്താദയാണ്. ഉപ്പ നല്ലൊരു മനുഷ്യന്, ഒരു സംസാരം, നല്ലൊരു മനുഷ്യൻ, പച്ച പാവെന്ന് പറയാം. അയാളുടെ ഒരു കരച്ചില്. അപ്പൊ നിങ്ങൾക്ക് അറിയല്ലേ എന്താ വിഷയം ചോദിച്ചപ്പോഴേ, മോന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഉസ്താദെ, അവന്റെ അമ്മോഷൻക്കൊക്കെ നല്ല തുണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ വന്നിട്ടേ അമ്മോഷം പറയാതെ എന്റെ മരുവൻ കൊണ്ടുവന്ന തുണിയാണ്. സ്വന്തം ഒപ്പം കയറിയിരിക്കുമല്ലോ. എന്തിനാണ് മോനെ, ആരാണ് മോനെ, ആരെയാ നീ കരയിപ്പിക്കുന്നത്? പോട്ടെ, ഞാൻ പറയുന്നത്, ഈ ഉപ്പ പറഞ്ഞു എന്നോട്, എനിക്കൊന്നും വേണ്ട ഉസ്താദെ, അവന്റെ ഉമ്മ പാവാണ്, അവന്റെ ഉമ്മാക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ, ഉമ്മാക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയല്ലേ, അല്ല നിങ്ങൾ കൊടുക്കൂല, നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ. അപ്പൊ അവർക്ക് ഡ്രസ്സല്ല വേണ്ടത് ഹബീബി, ഈ മകന്റെ കാട്ടിക്കൂട്ടലേ. പോട്ടെ, അവന് ഗൾഫിലേക്ക് പോയി.
6 മാസം താമസിച്ചിട്ട് ഈ പാവങ്ങൾ ഒരു നോക്ക് കാണാൻ വരാതെ ഈ പെണ്ണിന് വേണ്ടി മൻ ഫല്ലറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന് അഷ്റഫുൽ ഖൽഖല്ല പറഞ്ഞത്. അവൻ തള്ളാനെല്ലാം പറയുന്നത്. ഇവൻ പോയി ഇവന്റെ ബുദ്ധിമോശം. അങ്ങനെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഭാര്യ വീടിന്റെ അരികിൽ അപ്പോഴേക്കൊരു വീടിന്റെ പണി. ആ വീട് പൂർത്തിയായി. അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും വലിയ വലിയ സാദാത്തുക്കൾ ഉസ്താദുമാരൊക്കെ ക്ഷണിച്ചു. അങ്ങനെയുണ്ട് കുറെ ആളുകള്. ആ തങ്ങള് വന്നു, ഈ മഹാൻ വന്നു, ആ ഉസ്താദ് വന്നു. സ്വന്തം ജ്യേഷ്ഠനോട് മിണ്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അനുജനോട് മിണ്ടിയിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ വീടിരിക്കല അനുജനോട് മിണ്ടില്ല, അനുജന്റെ വീടിരിക്കൽ ജ്യേഷ്ഠനോട് മിണ്ടില്ല, കുടുംബത്തോട് മിണ്ടില്ല. വലിയ വലിയ എന്നിട്ട് പറയും ആ മഹാൻ ഈ മഹാൻ. ആരും വന്നിട്ടൊരു കാര്യമില്ല. അതൊക്കെ അള്ള വിടുവോ? ചോരകളെ വീട്ടിലേക്ക് വിളിക്കാതെ ആരെ വിളിച്ചിട്ടെന്താ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നിങ്ങള് ഞാൻ പറയുന്നത് അവനങ്ങനെ എല്ലാവരും വിളിച്ചു വന്നു. തിങ്കളാഴ്ച രാവിലെ കുടിയിരിക്കുക. അപ്പോ ഇശാ നിസ്കരിച്ചിട്ട് ഈ ഉപ്പ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ഇശാ നിസ്കരിച്ചിട്ട് ഈ ഉപ്പ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ പള്ളിയത്തെ ഉസ്താദ് ചോദിച്ചത്രേ, മോന്റെ കുടിയിരിക്കൽ ഇപ്പൊ രാവിലെ എപ്പോഴാ എത്തേണ്ടത്? വാപ്പ അറിയൂലേ? ഉപ്പാനോട് മിണ്ടിയിട്ടില്ല. അപ്പൊ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഉപ്പ പൊരയിൽ വന്ന് ഈ തള്ളനോട് പറയാണ്, മലപ്പുറം ഭാഷേട്ടാ, അന്റെ കുട്ടിന്റെ കുടിയിരിക്കലാണ് രാവിലെ. അപ്പൊ ഈ തള്ള നമുക്ക് പോണട്ടാ. അപ്പൊ ഈ വാപ്പ പറയാ, അന്ന് അടിച്ചാട്ടും ഇനി മാത്രമേ വിളിക്കാത്തുള്ളൂ, നമ്മളെ രണ്ടാളെയും മാത്രമേ വിളിക്കാത്തുള്ളൂ. ഈ ഉപ്പാന്റെ മനസ്സ് കഥയല്ല. ഈ ഉസ്താദുമാരിരുത്തി ആ വാപ്പാന്റെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണീര് കണ്ട നിലയ്ക്ക് ഞാൻ പറയാം. പക്ഷേ ഒരു കാര്യം, നേരം വെളുക്കുന്നത് വരെ ഈ ഉമ്മ ഒന്നും ഉറങ്ങിയില്ല. ഒരു ഇലയുടെ ശബ്ദം കേട്ട ഈ തള്ളമെല്ലാം വന്ന് ജനാതിൽ തുറന്നു നോക്കത്ര. സുബഹിക്ക് പാല് കാച്ചാൻ വേണ്ടി എന്റെ കുട്ടി എന്നെ വിളിക്കാൻ വരും, എന്റെ കുട്ടി എന്നെ വിളിക്കാൻ വരും. നേരം വെളുക്കുന്നതിൽ ഉമ്മ ഉറങ്ങിയില്ല. ഈ ചെക്കൻ വന്നില്ല, ഇവൻ വന്നില്ല. ഈ രണ്ടെണ്ണം സുബഹി നിസ്കരിച്ച് വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇറച്ചും പത്തിരൊക്കെ കടിച്ചു വരുന്ന നാട്ടുകാര് ചോദിച്ചു, നിങ്ങളെ മോന്റെ കുടിയിരിക്കലല്ല, നിങ്ങള് പോയില്ലേ? ഈ രണ്ടെണ്ണത്തിന് വേദന ആരോട് പറയും? ആ രംഗം നിങ്ങൾ അരിച്ചു നോക്കി. ഞാൻ പോട്ടെ പറയുന്നത്, ആ അടിച്ച ഈ കുട്ടി ഒരു ബൈക്കപകടത്തിൽപ്പെട്ടു. അന്ന് മഞ്ചേരി താലൂക്ക് ആശുപത്രിയാണ്. അങ്ങനെ മഞ്ചേരി ആശുപത്രിയിൽ കൊണ്ടുപോയി. ബോധം കെട്ട് കിടക്കുന്ന മകൻ, അയൽപ്പക്കക്കാര് വന്നിട്ട് ഈ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളുടെ കുരുത്തക്കേട് മകന് തട്ടിയിട്ടുണ്ട്. എന്താണ് എന്റെ കുട്ടിക്ക് ചോദിച്ചപ്പോ അവൻ ബോധം കെട്ട് മഞ്ചേരി ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. മക്കളെ, ഈ ഉമ്മ ഒരു ഡ്രസ്സ് ധരിക്കാൻ പോയില്ല. അമ്മായിമ്മ ഡ്രസ്സ് ധരിച്ചിട്ടല്ലേ വരൂ, നമ്മുടെ ഭാര്യ ഡ്രസ്സ് ധരിച്ചിട്ടല്ലേ വരൂ, മറ്റൊരു ഡ്രസ്സ്. ഈ ഉമ്മ ആ ധരിച്ച വസ്ത്രവുമായി ഒരോട്ട് വിളിച്ച് മഞ്ചേരി താലൂക്ക് ആശുപത്രിയിലെത്തി. മോനെ തേടിപ്പിടിച്ച് മകൻ കിടക്കുന്ന റൂമിലും എത്തി. ബോധം കെട്ട് കിടക്കുന്ന മകന്റെ ചുണ്ടത്ത് ഈ ഉമ്മ വെള്ളമൊഴിച്ചു. അജരെ, ഈ ഉമ്മ വെള്ളമൊഴിച്ചപ്പോ ഉമ്മേണല്ല, വെള്ളൊടിച്ചപ്പോ മോൻ കണ്ണു തുറന്നു. അപ്പൊ ഉമ്മ, മോനെ ഉമ്മേണടാ. ആ കുട്ടി ഈ ഉമ്മയോട് പറഞ്ഞൊരു പദമുണ്ട്, ഉമ്മനക്ക് പൊരുത്തപ്പെട്ടു തരൂ, പറ്റിപ്പോയി ഉമ്മനക്ക് പൊരുത്തപ്പെട്ടു തരൂ. ഈ ഉമ്മ ആ മോനെങ്ങനെ കവളത്തോടെ ചേർത്ത് പിടിച്ച് പൊന്നുമോന്റെ കവളത്ത് മുത്തം കൊടുത്ത് ഈ ഉമ്മ പറഞ്ഞു, മോനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു, മോനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. എന്റെ മക്കളെ, എത്ര 25 കൊല്ലം തെറ്റി നടന്നാലും നമ്മളൊന്ന് വെച്ചുകുത്തി വീണെന്ന് കേട്ടാൽ ഉമ്മ അവിടെ എത്തും. ഈ ഉമ്മാനൊക്കെ